കഥ മാന്ത്രിക മകൾ. ഈ കഥ നന്ദൻപൂരിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചുള്ളതാണ്. കുടുംബത്തലവനായ മുകേഷ് കൽക്കരി തുരങ്കത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഭാര്യ വിഫ തയ്യൽ ജോലികൾ ചെയ്തിരുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരും കുടുംബം നോക്കിക്കൊണ്ടിരുന്നു. മുകേഷും വിഫയ്ക്കും കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. എന്നാൽ ഇപ്പോൾ വരെ അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ല. മഴ വന്നതുകൊണ്ട് തുരങ്കത്തിലെ ജോലി നിർത്തിവെച്ചു. അത് കാരണം 3-4 ദിവസമായി മുകേഷ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ മുകേഷ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീടിന്റെ 4 വശത്തും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴവെള്ളം വളരെ വേഗത്തിൽ പൊങ്ങിയതുകൊണ്ട് അവർ വീടിന്റെ കൂരയിൽ കയറിയിരുന്നു. ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ എന്നവർ നോക്കിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് വിശന്ന് ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. ഇന്നായിരിക്കും നമ്മുടെ ജീവിതത്തിലെ അവസാന ദിവസം. അയ്യോ, എന്തിനാ ഇങ്ങനെ പറയുന്നേ? ദൈവത്തിനെ കുറിച്ചെങ്കിലും വിശ്വസിക്കൂ. ഉറപ്പായും ദൈവം നല്ല വഴി തന്നെ കാണിക്കും. ഗ്രാമത്തിലെ ആരെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടായിരിക്കും. ഇങ്ങനെ വിഫ മുകേഷിന് ധൈര്യം കൊടുത്തു. അപ്പോൾ വെള്ളത്തിലൊരു പെട്ടി ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. മുകേഷിന് തോന്നി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ അതിലെന്തെങ്കിലും കാണുമെന്ന്. എന്നാൽ അവൻ ബോക്സ് തുറന്നു നോക്കിയതും ഷോക്കായിപ്പോയി. ഉടനെ തന്നെ അവൻ പെട്ടി അടച്ചു. എന്തുപറ്റി? നിങ്ങൾ എന്തിനാ ഷോക്കായത്? അയ്യോ, ഇതിൽ ഒരു കൊച്ചു കുഞ്ഞ്. അയ്യോ ദൈവമേ, ഈ കുഞ്ഞിനെ ആരാ ഇങ്ങനെ തനിച്ചാക്കി പോയത്? ഇങ്ങി തരൂ, ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഇത് നീ ഇങ്ങനെ തന്നെ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേണം പോലീസും കേസുമായി അലഞ്ഞു തിരിയാൻ. ഇത് ആരുടെ കുഞ്ഞാണെന്ന് പോലും അറിയില്ല. നമ്മളെ കഷ്ടപ്പാടില്ല. നിങ്ങളുടേത് എന്തു ദുഷ്ട മനസ്സാ! ഈ കൊച്ചു കുഞ്ഞിനെ മരിച്ചു പോകട്ടെ എന്ന് വിടാൻ പോകുന്നു. നിങ്ങൾ പറയുന്ന ആ പോലീസുകാരും മനുഷ്യന്മാർ തന്നെയല്ലേ? ഉറപ്പായും ഈ കുഞ്ഞിനെ അവർ പോലും രക്ഷിച്ചേനെ. ഇതുപോലെ മുകേഷ് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞിട്ടും ബിഫ ആ കുഞ്ഞിനെ എടുത്തു. അവൾക്ക് പേരും ഇട്ടു ചുട്കി. ചില വർഷങ്ങൾ അകന്നുപോയി. ചുട്കി വന്നതിന് ശേഷം ബിഫ വളരെ സന്തോഷവതിയാണ്. എന്നാൽ മുകേഷിന് മാത്രം ചുട്കിയെ ഇഷ്ടമായതേ ഇല്ല. അവളൊരു ഭാരമായിട്ടാണ് മുകേഷിന് തോന്നിയത്. ഒരു ദിവസം ചുട്കിക്ക് അസുഖം വന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ബിഫ പറഞ്ഞപ്പോൾ മുകേഷ് ഇങ്ങനെ പറഞ്ഞു: അയ്യോ, ഏത് വീട്ടിലെ കുഞ്ഞാണോ എന്റെ ഭാര്യ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാനെന്താ പണം കായ്ക്കുന്ന മരം വളർത്തുന്നുണ്ടോ? ഒന്നാമതേ നമ്മൾ കഷ്ടപ്പാടിലാ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ വളർത്തണോ? പോ, നീ തന്നെ പോയി കുഞ്ഞിന് വേണ്ടി നന്നായി സമ്പാദിച്ചു കൊണ്ടുവാ. പോ പോ. ബിഫ വളരെ വിഷമത്തിലായി. ചുട്കിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പണം എവിടുന്ന് കിട്ടും? രാത്രിയിൽ അസുഖം കൂടി വന്നു. അത് കണ്ട് ബിഫ വളരെയധികം പേടിച്ചുപോയി. ബിഫ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ച ഉടനെ അവൾ അറിയാതെ ദൈവം അവിടെ വന്ന് ചുട്കിയെ അനുഗ്രഹിച്ചുകൊണ്ടേ പറഞ്ഞു: നമ്മുടെ പുത്രിയെ, എപ്പോഴൊക്കെ നീ വിഷമത്തിലാകുമോ അപ്പോൾ നിന്നെ സഹായിക്കാനായി ഇവളെ വളർത്താൻ വേണ്ടി നിനക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും. തദാസ്തു. ബിഫയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതൊരു സ്വപ്നമാണെന്ന് കരുതി. എന്നാൽ അവൾ തൊട്ടിലിന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. ബിഫ അത് വിറ്റ് ചുട്കിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇക്കാര്യം മുകേഷ് അറിഞ്ഞ ഉടനെ അവൻ ആ സ്വർണ്ണ നാണയത്തിന് വേണ്ടി അവളുടെ ചിലവെല്ലാം അവൻ വഹിച്ചു. അങ്ങനെ ഒരു ദിവസം ചുട്കി കളിക്കുന്നതിനിടെ അവിടെ ഒരു പൂച്ചട്ടി തറയിലിട്ടു. അപ്പോൾ മുകേഷ് അവളെ വഴക്കും പറഞ്ഞു: എടി വിഡ്ഢി കുഷ്മാണ്ഡമേ, ഇത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനമാ. നീ ഒരു നിമിഷം കൊണ്ടത് പൊട്ടിച്ചല്ലോ. അങ്ങനെ പറഞ്ഞവൻ ചുട്കിയെ അടിക്കാൻ തുടങ്ങി. ചുട്കി വേദന കൊണ്ട് കരയാൻ തുടങ്ങിയപ്പോൾ ആ തൊട്ടിലിൽ വീണ്ടും ഒരു സ്വർണ്ണ നാണയം വന്നു. അത് കണ്ട് മുകേഷ് ഒരുപാട് സന്തോഷിച്ചു. അന്ന് അയാൾ ആ പണം കൊണ്ട് ഉല്ലസിച്ചു. ഒരു ദിവസം ചൂതാട്ടത്തിൽ മുകേഷിന് എല്ലാം നഷ്ടമായി. ആ സമയം അവന് ഒരുപാട് കടവും വന്നു. മുകേഷ് ചിന്തിക്കാൻ തുടങ്ങി. അയ്യേ, കടം വാങ്ങിയാൽ ഇപ്പോൾ എന്താണ് പ്രശ്നം? എന്റെ കയ്യിൽ സ്വർണ്ണ നാണയം തരുന്ന ഖജനാവ് ഉണ്ടല്ലോ. വീട്ടിൽ പോയ ഉടനെ ഞാൻ 2-3 സ്വർണ്ണ നാണയം കൊണ്ടിങ്ങി തിരികെ വരാം. അത് കഴിഞ്ഞ് എല്ലാവരെയും ഞാൻ തോൽപ്പിക്കും.
ഇന്ന് ഒറ്റ ഒന്നല്ല, ഒരു ചാക്ക് നിറയെ ഞാൻ സ്വർണ്ണ നാണയം കൊണ്ടുവരാം. പിന്നെ എന്ത് വേണം? കളിച്ച് ജയിച്ചാൽ മതി. ആ മുകേഷ് വീട്ടിൽ വന്നതും ചുട്കിയെ അടിക്കാൻ തുടങ്ങി. സ്വർണ്ണ നാണയം വേണമെന്നുള്ള ആഗ്രഹത്തിൽ ചുട്കിയെ അടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിഫയ്ക്ക് ദേഷ്യവും വന്നു. അവന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ അവൾ കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവർ മറ്റൊരിടത്ത് പോയി സന്തോഷമായി ജീവിച്ചു. ഒരുപാട് മദ്യപിച്ചിരുന്നതുകൊണ്ട് മുകേഷിന്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവൻ മരിക്കുകയും ചെയ്തു.